നിങ്ങളിൽ ഒരുപാട് പേരുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയത് ചിലപ്പോൾ ഓവർ ഷെയറിംഗ് ഉണ്ടാവും. അതായത് ആ ഓവർ ഷെയറിംഗ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല നെഗറ്റീവ്സും സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഓവർ ഷെയറിംഗ് എന്ന് പറയുന്നത് വേറൊരാൾ നമ്മളോട് ചെയ്യുന്ന തെറ്റൊന്നല്ല, നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ് ഓവർ ഷെയറിംഗ്. ഒരാൾക്കും നമ്മളോട് ഇങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല, നമുക്ക് അങ്ങോട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നാണ് എന്നൊരു ബോധം ആദ്യം വേണം. അതായത് ഇത് സംഭവിച്ചതിന് ശേഷം ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതിൽ നിന്ന് മാറി നിൽക്കല്ല വേണ്ടത്. നമ്മൾ തുടങ്ങി വെച്ചതാണ് എന്നൊരു ബോധം നമുക്ക് വേണം. പിന്നെ നമ്മളിൽ കുറേ പേർക്ക് ചിലപ്പം ഒരു ആലോചന വരും, ഇതൊന്ന് കൺട്രോൾ ചെയ്യണം, പക്ഷെ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാത്തതാവും മെജോറിറ്റി ആളുകളുടെയും പ്രശ്നം. ലൈഫിൽ ഒരു പോയിന്റിലെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കും, ഈ ഓവർ ഷെയറിംഗ് ഒന്ന് നിർത്തണം, ഇത് നല്ലതല്ല, ഇത് എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് എൻ്റെ നേരെ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് ഈ ഓവർ ഷെയറിംഗ് നിർത്താനുള്ള മെത്തേഡ്സ് എന്ന് നോക്കുക. ഞാൻ ഒരു 5 മെത്തേഡ്സ് പറഞ്ഞുതരാം. ലൈക്ക് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേറൊരാൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഇവൻ എനിക്ക് പോലും പറ്റില്ല, എനിക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇത് എങ്ങനെ ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ സ്വയം ആലോചിക്കണം. മെത്തേഡ്സ് മാത്രമേ എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസ് ബിഫോർ സ്പീക്കിംഗ്. സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് പോസ് ചെയ്യണം. അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഒരാളോട് ജസ്റ്റ് ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ ഒന്ന് പോസ് ചെയ്യണം. ആ മനസ്സിൽ പറയാൻ വരുന്ന സമയത്ത് തന്നെ ചാടിക്കറി പറയരുത്, ഒന്ന് പോസ് ചെയ്യാം. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഇത് വരും, ഇത് പറയണോ പറയണ്ടേ. ആ സമയത്ത് നിങ്ങൾക്കൊരു ഉത്തരവും കിട്ടും, ഒരു ചോദ്യം വരും ഉള്ളില്, പറയണോ പറയണ്ടേ. ഉത്തരവും വരും, പറയണ്ട അല്ലെങ്കിൽ പറയണം. പറയണ്ട എന്ന ഒരു ഉത്തരം വരുന്ന കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ വെച്ച് നിർത്തിക്കും. പോസ് ബിഫോർ സ്പീക്കിംഗ് എന്നത് വളരെയധികം എന്താ പറയാ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും, ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പോസ് ബിഫോർ സ്പീക്കിംഗ്. സംസാരിക്കുന്നതിന് മുൻപ് ഞാനൊന്ന് ചിന്തിക്കും, ഒന്ന് ബ്രേക്ക് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ആലോചിക്കും, പറയണ്ട തോന്നുന്ന ഒരു കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് ടെൻഷൻ വരില്ല. കാരണം നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ വരുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ടെൻഷനും ഇറിറ്റേഷനൊക്കെ വരാം. സോ പോസ് ബിഫോർ സ്പീക്കിംഗ് ഒന്ന് എന്താ പറയുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സംസാരിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു പോസ് എടുത്തിട്ട് സ്വയം ഒരു ചോദ്യം വരും, ഡെഫിനറ്റ്ലി ആ ചോദ്യം വരും, പറയണോ വേണ്ടെന്ന്. അപ്പോൾ ഒരു ഉത്തരം വരും. പറയണം എന്നാണെന്നെങ്കിൽ ഓക്കെ, ഗോ ഓൺ വിത്ത് ദാറ്റ്. പറയണ്ടെന്നാണെന്നെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് എടുക്കാം. രണ്ടാമത്തത് ലിറ്റിൽ ബൈ ലിറ്റിൽ എന്നൊരു ടേം യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ പറയുന്ന ആളുകൾ ഉണ്ടാവും. ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ ബ്രീത്തിൽ അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. അങ്ങനെ പറയരുത്. ലിറ്റിൽ ബൈ ലിറ്റിൽ കുറച്ച് പറയാൻ തുടങ്ങാം. ഇങ്ങനെ പറയുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കും, ഇഗ്നോർ ചെയ്ത് വിടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ സ്ലോ ആക്കി നമ്മൾ ആലോചിച്ച് ചിന്തിച്ചൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും, ഇത് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മതി, ഇതിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല എന്നൊരു തോട്ടിൽ നമ്മൾ തന്നെ മനഃപൂർവ്വം, ചിലപ്പോൾ നമ്മൾ കോൺഷ്യസ് ആവില്ല, ബട്ട് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചോദിച്ചു ഉത്തരം കണ്ടെത്തി കുറേ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ലിറ്റിൽ ബൈ ലിറ്റിൽ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. അതായത് കുറച്ച് പറയാം. സംസാരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് വെച്ച് സംസാരിക്കുക. ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അവിടെ നമുക്കൊരു ബ്രേക്ക് വരണം. അതായത് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ബ്രേക്ക് എടുത്ത് കുറച്ച് വെച്ച് പറയുന്ന സമയത്തെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുള്ളൂ, എവിടെ നിർത്തണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ പറയണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ തോന്നും, പക്ഷെ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ കാര്യം, പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കീപ് സംതിങ് പ്രൈവറ്റ്. അതായത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമുക്കൊരു ചില കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും, ഇത് പറയണ്ട, അത് നിങ്ങൾ പ്രൈവറ്റ് ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് അപ്പോൾ വരണം. അത് പ്രൈവറ്റ് എന്ന് പറഞ്ഞ സ്പേസിലേക്ക് മാറ്റി വെക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊക്കെ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്. അത് ഷെയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, അത് പറയേണ്ട ആവശ്യമില്ല. കീപ് സംതിങ് പ്രൈവറ്റ്. അതായത് പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ, സംതിങ്സ്, ആ ഒരു ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞു തുടങ്ങി കുറച്ച് പറയുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടാവും.
ആ സമാധാനം നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ കൂടുതലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ലൈക്ക് ആ ഒരു ഡിഫറൻസ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താ പറയാ പറഞ്ഞു തുടങ്ങി ഈ ഒരു കാര്യങ്ങൾ ത്രൂ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത്. അതാ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മളാണ് ഈ ഓവർ ഷെയറിംഗിലേക്ക് കടക്കുന്നത്, അവരിങ്ങോട്ടല്ല, നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ തന്നെ ഇതിന്റെ ബ്ലോക്കുകൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊടുക്കണം. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓവർ ഷെയറിംഗിന് ബാക്കോട്ട് ഇങ്ങനെ കൂടുതലും നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണത്. നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേജ് ഏതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതായത് ഇപ്പോൾ സ്റ്റേജ് മീൻസ് നിങ്ങൾ ലോൺലിനെസ് അനുഭവിക്കുകയാണോ, ആങ്സൈറ്റി അനുഭവിക്കുകയാണോ, ഡിപ്രഷൻ സ്റ്റേജിലാണോ, ഈ ഒരു സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന്റെ ഡെപ്ത് മാറുക. അതായത് അതിപ്പം ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ലോൺലിനെസ് അനുഭവിക്കുന്ന ആളുകൾ ഷെയർ ചെയ്യുന്നതിന്റെ ഒരു മീറ്ററും ഈ എന്താ പറയാ ആങ്സൈറ്റി അനുഭവിക്കുന്ന ആൾ ഷെയർ ചെയ്യുന്നതിന്റെ മീറ്ററും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്റ്റേജ് ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറെ ആളുകൾക്ക് ഇപ്പോൾ തോന്നും അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഈ ലോകത്ത് വേറൊരാൾക്കും മനസ്സിലാവില്ല. നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജാണ്, നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, നിങ്ങൾ കടന്നു പോകുന്ന ഒരു മെന്റൽ സിറ്റുവേഷൻ എന്താണ് എന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മാത്രമാണ്. സോ നിങ്ങളുടെ സ്റ്റേജ് ഏതാണെന്ന് ആദ്യം തിരിച്ചറിയാം. പിന്നെ ഏത് സ്റ്റേജിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് വരണം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ലോൺലിനെസ്, ഒറ്റയ്ക്കിരിക്കുക, സൈലൻസ്, ഇതിനോടെല്ലാം യൂസ്ഡ് ആവുക. ഐ റിപ്പീറ്റ്, സൈലൻസ്, ലോൺലിനെസ്, ഇതിനോട് നിങ്ങൾ കൂടുതലും യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്യണം എന്നുള്ള ഈ തോട്ട് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറേ ബാക്കോട്ട് വരാൻ പറ്റും. ഓവർ ഷെയറിംഗ് എന്നുള്ള ആ ഒരു ടേം മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ലോൺലിനെസ്സും സൈലൻസും ഓക്കെയാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല, അതിൽ എന്താ പറയുക ഞാൻ ഓക്കെയാണ്, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് എന്നൊരു തോട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നോർമൽ ഷെയറിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺട്രോൾ കിട്ടും. ഓവർ ഷെയറിംഗ് ഒക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളല്ലേ, നോർമൽ ഷെയറിംഗ് കഴിഞ്ഞ് പോയിട്ടാണ് ഓവർ ഷെയറിംഗിൽ എത്തുന്നത്. അപ്പം ആ ഒരു സ്റ്റേജിനായിട്ട് നിങ്ങൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ഷെയറിംഗ് വരെ നിങ്ങൾക്ക് ഒരു കൺട്രോൾ കിട്ടും. പിന്നെ അവിടെ ഓവർ ഷെയറിംഗ് വരില്ല. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. ഫസ്റ്റ് വൺ, പോസ് ബിഫോർ സ്പീക്കിംഗ്, പോസ് കൊടുക്കുക ഏതൊരു കാര്യം പറയുന്നതിന് മുൻപും. രണ്ടാമത്തത്, ലിറ്റിൽ ബൈ ലിറ്റിൽ, കുറച്ച് മാത്രം എന്താ പറയാ ഷെയർ ചെയ്യാം. മൂന്നാമത്തത്, കീപ് സംതിങ് പ്രൈവറ്റ്, പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആണെന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരും, അവിടെ വെച്ചത് നിർത്തുക. നാലാമത്തത്, ഐഡന്റിഫൈ യുവർ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് നിങ്ങളെന്ന് കണ്ടെത്തുക. ആൻഡ് ഫിഫ്ത്ത് വൺ, ലോൺലിനെസ് ആയിക്കോട്ടെ സൈലൻസ് ആയിക്കോട്ടെ അതിനോട് നിങ്ങൾ യൂസ്ഡ് ആവുക, യാതൊരു പ്രശ്നവും വരില്ല. ലൈഫ് കൂടുതലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലോൺലിനെസ്സും സൈലൻസും ആയിട്ട് നിങ്ങൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ. കാരണം ഒരാൾ ഡിപ്പെൻഡന്റ് ആവശ്യമില്ല, ഒരാളുണ്ടെങ്കിലേ നമുക്കൊരു സൊല്യൂഷൻ കിട്ടൂ എന്നൊരു തോട്ട് നമുക്ക് വരില്ല. സോ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഷെയറിംഗ് എന്ന് പറയുന്നത് വേറൊരാൾ നമ്മളോട് ചെയ്യുന്ന തെറ്റോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ തന്നെ നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിനെ കൺട്രോൾ ചെയ്യാനും അതെന്താ പറയുക റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സും നമ്മൾ തന്നെ ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്തു.